മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR നടത്തുന്നുവെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മണിശങ്കർ അയ്യറിലൂടെയും സാം പിത്രോദയിലൂടെയും കോൺഗ്രസിന്റെ നിലപാടുകളാണ് വ്യക്തമാകുന്നത്. കേരളത്തിലടക്കം കോൺഗ്രസ് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പിന്തുണ സ്വീകരിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, നമുക്കറിയാം കോൺഗ്രസ് കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതിലേക്കെല്ലാം വരാം പ്രതികരണത്തിന് ശേഷം. Congress party has become an apologist for Pakistan and Pakistani-based terror. And I am very sure today again there will be an attempt by the Congress party to distance themselves from Manishankar Ayer's statement, as they have done when Digvijay Singh in 2611 talked about RSS being the organization responsible for the terror attack and not Pakistan. The Pakistani foreign minister has officially recently supported Rahul Gandhi. നന്ദഗോപൻ ഉണ്ട് ഡൽഹിയിൽ നിന്നും. നന്ദഗോപൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം തന്നെ പാകിസ്ഥാൻ നേതാവ് രാഹുലിനെ പിന്തുണച്ചു വരുന്നു. അതിനുശേഷം മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR നടത്തുന്നുവെന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ആ വാക്കുകളിൽ പ്രസക്തമായ ചില ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ സാം പിത്രോദയുടെ പരാമർശം എല്ലാം തന്നെ വളരെയധികം നിർണായകമാണ്. കാരണം കോൺഗ്രസിന്റെ ഏതെങ്കിലും ചെറിയ നേതാക്കളല്ല ഇതൊന്നും പറയുന്നത്. കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ശരിക്കും ഒന്ന് മുറുകുന്ന സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ദീപിക, പാകിസ്ഥാനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധം കടുക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അത് BJP കൃത്യമായി ആയുധമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളുമായി രംഗത്തെത്തി. മണിശങ്കർ അയ്യർ പാകിസ്ഥാന് വേണ്ടി PR വർക്ക് നടത്തുകയാണെന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും അതേപോലെ തന്നെ ഭാരതത്തിന്റെ സൈനിക സമ്പത്തിനെ ഇകഴ്ത്തുകയും ചെയ്യുന്ന വാക്കുകളാണ് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രീണന നയവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP നേതാക്കൾ കൂടുതൽ നേതാക്കൾ തുറന്നിരിക്കുകയാണ്. ഈ PR വർക്ക് മാത്രമല്ല, രാഹുലിന്റെയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെയും ആശയങ്ങൾ എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി രാഹുലിനെ പിന്തുണച്ച സംഭവവും രാജീവ് ചന്ദ്രശേഖർ എടുത്തു പറയുന്നു. കേരളത്തിലടക്കം കോൺഗ്രസ് SDPIയുടെയും അതേപോലെ തന്നെ PFIയുടെയും പിന്തുണ സ്വീകരിച്ചതായിട്ടും രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ മുതിർന്ന നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ പ്രതികരണവുമായി എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സംബിത് പത്ര ഇതിനോടകം തന്നെ ഈ ഭീകരാക്രമണത്തിന് കോൺഗ്രസ് ഒഴിവുകേടുകൾ കണ്ടെത്തുന്നതാണ് ഇത്തരം പ്രസ്താവനയിലൂടെ ചെയ്യുക എന്നുള്ളതാണ് സംബിത് പത്ര വ്യക്തമാക്കിയത്. ഇങ്ങനെ മുതിർന്ന നേതാക്കൾ പലരും ഈ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വലിയ രീതിയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകളും അതേപോലെ തന്നെ സാം പിത്രോദയുടെ പോലുള്ള പ്രസ്താവനകളും ഒക്കെ തന്നെ കോൺഗ്രസിനെ കുഴപ്പിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്നുള്ളൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. ദേവി, ഡൽഹിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് നന്ദഗോപൻ.